വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതെയാകുമോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്നിക്കേഴ്സ് എന്ന ചോക്ലേറ്റ് ബ്രാൻഡ് നടത്തിയ ഒരു പ്രധാന ആഡ് ക്യാമ്പയിന്റെ ഐഡിയ ആയിരുന്നു ഇത്. ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കിടയിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആറ്റിറ്റ്യൂഡ് ഇടുന്ന പെൺകുട്ടി. ഇത് കണ്ട് കൂട്ടുകാരിൽ ഒരാൾ സ്നിക്കേഴ്സ് കഴിക്കാൻ കൊടുക്കുന്നു. കഴിച്ചയുടനെ ആ ദേഷ്യപ്പെടുന്നയാൾ അതൊക്കെ മാറി നല്ലൊരു മനുഷ്യനായി മാറുന്നു. ഇതാണ് ആ ക്യാമ്പയിന്റെ ഒരു മെയിൻ ഫോർമുല. മിക്കപ്പോഴും ശാന്തസ്വരൂപിയായ ഒരു പുരുഷൻ സ്ത്രീയായി മാറുമ്പോഴാണ് ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണിക്കുന്നതെന്നും പൊതുവെ സ്ത്രീകൾ വിശപ്പ് കാരണം പുരുഷനായി മാറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നതും ഈ ക്യാമ്പയിന്റെ ഒരു പ്രശ്നമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എന്തായാലും ഈ ആഡിന്റെ ഒരു സ്പൂഫ് വീഡിയോ ഒരു ഇൻഫ്ലുവൻസർ റീലാക്കിയിട്ടത് കണ്ടു. നിങ്ങളൊരാണാണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പുരുഷൻ പെട്ടെന്ന് സ്ത്രീയായി മാറിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? മലയാളത്തിലെ ലീഡിംഗ് ഇൻസ്റ്റാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഒരാളായ ഇദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പെണ്ണായി മാറിയ ഫ്രണ്ടിനെ നേരെ കയറി ബലാത്സംഗം ചെയ്യുന്നത് വല്ലാത്തൊരു കോമഡിയാണ്. എന്റെ കൈ പൊള്ളുന്നു, നിങ്ങൾ തന്നെ തള്ളിക്കോ ഈ കാളവണ്ടി. നിനക്കിത് എന്താ പറ്റി? നിർത്ത് റോക്കി, വിശന്നാൽ നീ ഹീറോയിൻ പോലെ ആകുന്നു. ഇന്നാ കഴിക്ക് സ്മോക്കേഴ്സ്. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ ഓക്കെ. A few minutes later. എന്തു നിന്റെ അച്ഛനെ പറ്റി? നീ പെട്ടെന്ന് വരാൻ പറയാ. എവിടെ എവിടെ? Yes. 4 hours later. Perfect time. അയ്യോ എനിക്ക് വിശക്കണം. നീ എന്തോന്നും മടിയാണ് കാണിച്ചു, എനിക്ക് വിശന്നിട്ട്. നീ എന്തിനാ ഇങ്ങനെ നോക്കണ? നീ കുട്ടികളെ എന്തിന്? അയ്യോ പന്നിയ ഒരു നിനക്ക് എന്താ സ്ഥലല്ലേ? ഒരുമാതിരി പോക്കർത്തരം കാണിക്കരുത്. ഇത് വിശക്കം പോലെ അസുഖം മുതലെടുക്കരുത്. ഇത് കഴിയണം. എന്റെ വിശപ്പ് മാറി അറിയല്ല. നിന്റെ ചോക്കലി അടിച്ചില്ല. ഇത് കഴിഞ്ഞ ചിത്രമാണ് ഞാൻ കൊണ്ടുപോകാം. ഇവിടെ നിന്റെ അച്ഛനമ്മ ആരില്ലടാ. വിശപ്പ് കാരണം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് ലൈംഗിക ആകർഷണമുള്ള ഒരു സ്ത്രീയായി മാറിയാൽ അവരുടെ കൺസെന്റോ താല്പര്യമോ ഒന്നും നോക്കാതെ അവരെ ലൈംഗികമായി കയറി ആക്രമിക്കുന്നത് തമാശയായി മാറുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഇത് തമാശയായി ചിത്രീകരിച്ചവർക്കും ഇതിൽ തമാശ തോന്നുന്നവർക്കുമുള്ള ഫ്രണ്ട് സർക്കിൾ എത്ര ഭീകരമായിരിക്കും. കാരണം അവിടെ നിങ്ങൾക്ക് ലൈംഗിക ആകർഷണം തോന്നാത്ത ലിംഗത്തിൽപ്പെട്ടവർക്കല്ലേ സ്ഥാനമുള്ളൂ. ഉദാഹരണത്തിന് ഈ വീഡിയോയിലുള്ളതുപോലെ കഥാപാത്രത്തിന്റെ സുഹൃത്ത് പുരുഷനായിരുന്നപ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു പെണ്ണായി മാറുമ്പോൾ ബലാത്സംഗത്തിൽ അവസാനിക്കുന്ന ലൈംഗിക ആസക്തി അയാൾക്കുണ്ടാകുന്നു. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കഥാപാത്രത്തിന് പെൺസുഹൃത്തുക്കൾ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അവരോട് ഇയാൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഇനി പെൺസുഹൃത്തുക്കൾ ഇല്ലാത്ത ഒരാളാണെന്ന് കരുതിയാൽ പോലും ഈ കഥാപാത്രത്തിന്റെ ആകെയുള്ള പ്രകടനം ഒരു ലൈംഗിക മനോരോഗിയുടേതാണ്. അതിന് ചികിത്സ വേണം. ഈ റീലിന്റെ കാര്യത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഫാക്ടർ അതിന് കിട്ടിയിട്ടുള്ള പ്രേക്ഷക പിന്തുണയാണ്. കമന്റ് ബോക്സിൽ ഈ റീലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുടെയും ഈ റീല് കണ്ട് ചിരിച്ച് ചായ തുപ്പിയവരുടെയും ബഹളമാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരെ ലൈംഗികമായി ആക്രമിക്കുന്നതൊക്കെ ചിലർക്കെങ്കിലും തമാശയായി തോന്നുന്നത്? റേപ്പ് ജോക്കുകൾ ആസ്വദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വെറും ഒരു തമാശയ്ക്കപ്പുറം നമ്മുടെ സമൂഹത്തിന്റെ വികലമായ ചില ചിന്താഗതികളുടെ പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. മനഃശാസ്ത്രപരമായി ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും കടന്നുവരുന്നത് ബിനൈൻ വയലേഷൻ തിയറി എന്ന ആശയമാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു കാര്യം നിയമപരമോ ധാർമ്മികമോ ആയ ഒരു തെറ്റാണെന്ന് അറിയുകയും എന്നാൽ അതേസമയം അത് തനിക്ക് വ്യക്തിപരമായ ഭീഷണിയല്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ചിരി വരുന്നത്. ബലാത്സംഗം എന്നത് ഒരു തെറ്റാണെന്ന് ഇത്തരം തമാശകൾ ഉണ്ടാക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും അറിയാം. പക്ഷേ തനിക്ക് ഒരിക്കലും ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരില്ല എന്നൊരു തോന്നലാണിത്. പുരുഷന്മാർക്ക് ബലാത്സംഗമൊക്കെ സ്ത്രീകൾക്ക് നേരെയുള്ളതായതുകൊണ്ട് തങ്ങൾ സേഫ് ആണല്ലോ എന്ന തോന്നലിൽ നിന്ന് ഇതുണ്ടാകുമ്പോൾ സ്ത്രീകളിൽ പലരും ചിന്തിക്കുന്നത് ഞാനിപ്പോ സേഫ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വരില്ല എന്നുമായിരിക്കും. ഇവിടെ ക്രൂരമായ ഒരു അതിക്രമത്തെ ജസ്റ്റ് ഒരു തമാശ എന്ന സുരക്ഷിതമായ ചട്ടക്കൂടിനുള്ളിൽ നിർത്തി അവതരിപ്പിക്കുമ്പോൾ എമ്പതി കുറഞ്ഞ ആളുകൾക്ക് അതൊരു വെല്ലുവിളിയായി തോന്നില്ല, പകരം ഒരു ഫണ്ണായി മാത്രം മാറുന്നു. എന്നാൽ ഇതിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു വശമുണ്ട്. അതാണ് ഡിസ്പോസിഷൻ തിയറി. തങ്ങൾ താഴ്ന്നവരായി കാണുന്ന അല്ലെങ്കിൽ പുച്ഛത്തോടെ വീക്ഷിക്കുന്ന സ്ത്രീകൾ, ദുർബലർ തുടങ്ങിയ വിഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നത് കാണിച്ച് പരിഹസിക്കുമ്പോൾ ലഭിക്കുന്ന ഒരുതരം മാനസിക മേൽക്കോയ്മയാണിത്. ഒരുതരം പട്ടേലർ സിൻഡ്രോം. സാമൂഹിക മനഃശാസ്ത്രത്തിൽ ഇതിനെ റേപ്പ് മിത്ത് ആക്സെപ്റ്റൻസ് എന്ന് വിളിക്കുന്നു. അതായത് ലൈംഗികാതിക്രമങ്ങളെ കുറിച്ച് സമൂഹം നിർമ്മിച്ചു വെച്ചിട്ടുള്ള തെറ്റായ ധാരണകളെ, ഉദാഹരണത്തിന് വിക്ടിംസിന്റെ ക്ലോത്ത്സ് ശരിയല്ല, അവരത് ചോദിച്ചു വാങ്ങിയതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങളെ കൂടുതൽ തമാശയായി കണ്ട് ആസ്വദിക്കുന്നത്. ഇത്തരക്കാർ റേപ്പ് ജോക്സ് കാണുമ്പോൾ അതിലെ അക്രമത്തെക്കാൾ അതിലൂടെ തങ്ങളുടെ മുൻവിധികൾ ശരിവെക്കുന്നതിലൂടെയാണ് ആനന്ദം കണ്ടെത്തുന്നത്. സ്ത്രീകൾ പുരുഷന്മാരുടെ അധികാരം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നോ അല്ലെങ്കിൽ സ്ത്രീകളെ നിയന്ത്രിക്കണമെന്നോ കരുതുന്ന പുരുഷാധിപത്യ സ്വഭാവമുള്ളവർ ഇത്തരം തമാശകളെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരം തമാശകൾ ആസ്വദിക്കുന്ന പുരുഷന്മാർ പിന്നീട് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിനോ അതിക്രമങ്ങളെ ലഘൂകരിച്ച് കാണുന്നതിനോ സാധ്യതയുണ്ട് എന്നാണ്. ഇതുപോലുള്ള ഒരു ക്രൈമിനെ തമാശയാണെന്ന രീതിയിൽ കണ്ടു ചിരിക്കുമ്പോൾ ആ ക്രൈമിന്റെ ഗൗരവം നമ്മുടെ ഉള്ളിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇത്തരം ചിരികൾ യഥാർത്ഥ അതിക്രമം നേരിട്ടവർക്ക് നൽകുന്ന ട്രോമ വിവരണാതീതമാണ്. ചുരുക്കത്തിൽ ഇത്തരം ജോക്കുകൾ ആസ്വദിക്കുന്നത് മനോരോഗമല്ലെങ്കിലും അത് ആഴത്തിലുള്ള സ്ത്രീ വിരുദ്ധതയുടെയും മനുഷ്യത്വമില്ലായ്മയുടെയും ലക്ഷണമാണ്.
ഇത് തമാശയല്ല, മറിച്ച് മാറ്റപ്പെടേണ്ട അപകടകരമായ ഒരു സാമൂഹിക അവസ്ഥയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി മലയാളികളുടെ മനോഭാവത്തിൽ ആ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ കാണാൻ സാധ്യതയില്ലാത്ത കുറച്ച് വിമർശനങ്ങളെങ്കിലും ഇതുപോലുള്ള വീഡിയോസിന് താഴെ ഇപ്പോൾ വരുന്നത്. റേപ്പ് ജോക്സിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും ഇന്നിവിടെയുണ്ടെന്ന് ആശ്വസിക്കാം. പക്ഷേ ഇപ്പോഴും നമ്മളിൽ നല്ലൊരു ശതമാനവും ഇങ്ങനെയുള്ള റേപ്പ് ജോക്സ് എൻജോയ് ചെയ്യുന്നവരാണ് എന്നത് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ആ മൈൻഡ് സെറ്റ് മാറാത്തിടത്തോളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള റീൽസ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റം പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അപ്പോൾ എന്താണ് ഇതുപോലുള്ള റേപ്പ് ജോക്സ് വീഡിയോസിനെ കുറിച്ചും അവയ്ക്ക് കിട്ടുന്ന സ്വീകരണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.